എടേ എന്തരാണ് കണ്ടില്ലേ? നിങ്ങളൊക്കെ എങ്ങനെ കാണും? കണ്ണ് തുറന്ന് കാണി. നമ്മളെ രമേശ് അണ്ണൻ പറയുന്ന കേട്ടില്ലേ? നമ്മളെ എം പി രാജേഷ് ഇല്ലേ? എം പി രാജേഷ് നമ്മളെ ഊപ്പിനെ കണ്ട് പഠിക്കണമെന്നാ പറയുന്നത്. ഏത് ഊപ്പി അണ്ണ? നമ്മളെ ഊമ്പി അണ്ണന്റെ ഊപ്പി, സോറി. ഓകി അണ്ണന്റെ ഊപ്പിനെ കണ്ട് പഠിക്കണമെന്നാണ് പറയണത് അല്ലേ അണ്ണ? അതിന് പഠിക്കാൻ ഒരുപാടുണ്ടണ്ണ, സത്യമായിട്ട് എന്നെണ്ണ. അന്ന് കൊറോണ നടന്ന ടൈമിലല്ലേ അണ്ണ? അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു 25 പിഞ്ച് മക്കൾ ഓക്സിജൻ കിട്ടാതെ മരിച്ച ഊപ്പിനെ കുറിച്ചാണ് അണ്ണ പഠിക്കാൻ പറഞ്ഞത്. അതോ ഇപ്പൊ ഈ ഇടയ്ക്ക് കൊടുത്ത മരുന്ന് എക്സ്പയർ ആയിപ്പോയി ഒരു 7 കുട്ടികൾ മരിച്ച് ബാക്കി കുട്ടികളൊക്കെ അത്യാസന്ന നിലയിൽ കിടന്ന ഊപ്പിനെ കുറിച്ചാണ് അണ്ണ പഠിക്കാൻ പറഞ്ഞത്? അതോ മറ്റേ ഒരു 74 കിലോമീറ്റർ മൃതദേഹം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും മകളും കൂടെ സൈക്കിളിൽ കെട്ടി തോളിൽ ചുമന്നുകൊണ്ട് പോയ ഊപ്പിനെ കുറിച്ചാണ് രാജേഷ് പഠിക്കേണ്ടത്? അതോ നമ്മളെ ഗോമാതാവിന് വേണ്ടിയിട്ട് ആംബുലൻസ് ഓക്സിജൻ വയ്ക്കുന്ന ഊപ്പിനെ കുറിച്ചാണ് അണ്ണ പഠിക്കേണ്ടത്? അണ്ണ പറ അണ്ണ, ഏത് ഊപ്പിനെ കുറിച്ച് പഠിക്കണമെന്നാണ് അണ്ണൻ പറയണത്? വീടില്ലെങ്കിൽ നല്ല കക്കൂസുള്ള ഊപ്പിനെ കുറിച്ച്. എൻ്റെ പൊന്നെ, ഊപ്പിനെ കക്കൂസുണ്ടല്ലോ, ലോകത്തിൽ തന്നെ ഭയങ്കര വലിയ കക്കൂസ. ട്രെയിൻ പാളം ഇങ്ങനെ കിടപ്പുണ്ട്, അതിൽ കയറിയിരുന്നാണ് ടൂറിനെന്നാ പറയണത്. നമ്മളെ ഓകി എണ്ണന്റെ ഊപ്പിനെ കുറിച്ചാണ് പറയണത്. ആ ഊപ്പിനെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അണ്ണ. ആ ഊപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ പശുവിനെ കൊണ്ടുപോകാനേ ആംബുലൻസ് ഉള്ളൂ, മനുഷ്യനെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഇല്ല അണ്ണ. ആ ഊപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അണ്ണ. അമ്മ കയ്യിലൊന്നും സമയമില്ല അണ്ണ. അണ്ണൻ്റെ ശാഖയിൽ വരുന്ന പിള്ളേർക്ക് ഊപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തായി. ഊപ്പിന്റെ യോഗ്യതയും ഊപ്പി എന്തരാണെന്നൊക്കെ അണ്ണൻ പറഞ്ഞു കൊടുത്തായി. ഞമ്മക്ക് അതിനൊന്നും സമയമില്ല കേട്ട അണ്ണ. സുഖങ്ങളൊക്കെ തന്നെ അണ്ണ. അണ്ണ ഊമ്പി എണ്ണന്റെ ഊപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേടേ? 6 കോടി ആൾക്കാരെ ദരിദ്രത്തുനിന്ന് മാറ്റിയെന്നു. അണ്ണാ, തിന്നാനില്ലാത്തടത്ത് എന്ത് ദരിദ്രം വരാനാണ് അണ്ണ? കുറെ കക്കൂസ് വെച്ചു കൊടുത്തെന്നൊക്കെയാണ് പറയണത് അണ്ണ. വയറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും പോയാലല്ലേ ഈ ബാത്റൂമിൽ പോയാൽ എന്തെങ്കിലും പുറത്തോട്ട് വരും അണ്ണ. ആ ഊപ്പിനെ കുറിച്ചാണ് അണ്ണ പറയുന്നത് പഠിക്കണമെന്ന്. പഠിക്കാൻ ഒരുപാടുണ്ട് അണ്ണ. സുഖങ്ങളൊക്കെ തന്നെ അണ്ണ. കുറെ കാലമായല്ലേ കണ്ടിട്ട്, ഇവിടെയൊക്കെ ഉണ്ട് അണ്ണ. മറ്റണ്ണനാണ് കൂടുതലും വരുന്നത്. ഏന്നറിയാം, നമ്മളെ ഗോപാലണ്ണനെ ഒട്ടകണ്ണൻ. പക്ഷെ ഇപ്പൊ മൂപ്പരെ കാണാനില്ല. നിങ്ങൾ വന്ന അണ്ണ. എന്തായാലും നമ്മൾ ഊപ്പിനെ കുറിച്ച് പഠിക്കുന്നില്ല കേട്ടാ അണ്ണ. അണ്ണന്റെ ശാഖയിൽ വരുന്ന പിള്ളേർക്ക് ഊപ്പിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടാ. സറി അണ്ണ, സുഖങ്ങളൊക്കെ തന്നെ അണ്ണ. ഇവിടെയൊക്കെ കാണണേ അണ്ണ, പാവ മനുഷ്യ അല്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ കൂടിപ്പോയാടേ? ഇല്ല അല്ലേ? എന്നാ ശരി എന്നാ, ഓക്കെ. അയ്യോ അണ്ണ പോവല്ലേ, ഒരെണ്ണം വിട്ടു. എന്തെന്നറിയാ, ഒരു ജാതിയിൽ കൂടിയവരുടെ ക്ഷേത്രത്തിൽ ഒരു പാവപ്പെട്ട ദളിത് പയ്യൻ ചെന്ന് വെള്ളം കുടിക്കാൻ പോയപ്പം അവിടെ ഇട്ട് തല്ലിക്കൊന്ന ഊപ്പിയാണ് അണ്ണ. ആ ഊപ്പിനെ കുറിച്ചാണ് അണ്ണൻ പറയുന്നത് അല്ലേ? ഇത് വിട്ടുപോയി, അതുകൊണ്ടാണ്. പറഞ്ഞില്ലെങ്കിൽ അണ്ണന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടാ അണ്ണ. ഈ ഊമ്പി അണ്ണന്റെ ഊപ്പിനെ കുറിച്ച് പഠിക്കട്ടെ പിള്ളേർ, ഊമ്പി അണ്ണന്റെ ഊപ്പിനെ കുറിച്ച്.